കമൽ മേപ്പാടിയിൽ നിന്നുണ്ട്. കമൽ, പ്രധാനമന്ത്രി തിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെയും അതിനൊപ്പം തന്നെ വേഗത്തിൽ മാറേണ്ടതുണ്ട്. അവിടെ അങ്ങനെ പ്രധാനമന്ത്രി എപ്പോഴേക്ക് എത്തും, നേരത്തെ എത്തുമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അവിടെ നിന്ന് ആരിൽ നിന്നൊക്കെ ലഭ്യമാകുന്നുണ്ടോ? അക്ഷയ, അത്തരം വിവരങ്ങളൊന്നും ഇവിടെ നിന്ന് ആകുന്നില്ല. നമ്മൾ ഉള്ളത് ഈ പ്രധാനമന്ത്രി എത്തുന്ന സെന്റ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂളിലെ ക്യാമ്പിന് തൊട്ടിപ്പുറത്തെ ഒരു സ്ഥലത്താണ്. ഇവിടെ ഉള്ള ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക്, അതായത് റോഡിൻ്റെ ഭാഗത്തേക്ക് ആരെയും വിടരുത് എന്ന് അല്പസമയം മുമ്പ് പോലീസ് ഇവിടെ വന്ന് ഇവിടെ ഡ്യൂട്ടിയിലുള്ള ആളുകളോട് പറഞ്ഞിട്ട് പോയതാണ്. മാധ്യമപ്രവർത്തകരെ ഈ കോമ്പൗണ്ടിന് പുറത്തേക്ക് വിടരുത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കനത്ത സുരക്ഷയാണ്. ക്യാമ്പിന് മുന്നിൽ ഇപ്പോൾ പോലീസ് മഞ്ഞ പാസ്സുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളത്. SPG ഉദ്യോഗസ്ഥരും അതിനകത്തുണ്ട്. ആ ക്യാമ്പിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ഇവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ ഒന്നാണ് ഈ സെന്റ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂളിലേക്ക് ഏറ്റവും പ്രധാനമന്ത്രിക്ക് സന്ദർശിക്കാൻ സൗകര്യപ്രദമായതും ഏറ്റവും സുരക്ഷയുള്ളതുമായ ഒരു സ്ഥലമെന്ന നിലയ്ക്കാണ് ആ ക്യാമ്പ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് പ്രധാനമന്ത്രി SKMJ ഹെലിപാഡിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് റോഡ് മാർഗം നേരെ ചൂരൽമലയിലേക്ക് പോകുന്നു. മേപ്പാടിയിൽ നിന്ന് ചൂരൽമല റോഡ് നിലവിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. ചൂരൽമല റോഡിലേക്ക് അങ്ങോട്ട് പോയ ശേഷം പ്രധാനമന്ത്രി തിരിച്ച് നേരെ വിംസ് ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെയും കനത്ത സുരക്ഷയാണ്. അവിടുത്തെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ഫ്ലോറിൽ അവിടുത്തെ ജീവനക്കാർക്ക് പോലും നിലവിൽ പ്രവേശനമില്ല. മുഴുവനായും SPGയുടെ നിയന്ത്രണത്തിലാണ്. അതിനുശേഷം അവിടെ സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഈ ക്യാമ്പിലേക്ക് എത്തുന്നത്. ഇവിടെ ക്യാമ്പിലുള്ളവർ ആളുകളുമായി ആശയവിനിമയം നടത്തും. അതിനുശേഷം പ്രധാനമന്ത്രി നേരെ കൽപ്പറ്റ കലക്ട്രേറ്റിലെത്തി അവലോകന യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന് ശേഷം SKMJയിലെ ഹെലിപാഡിൽ നിന്ന് തന്നെ അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് തിരിച്ചു പോകും. അതാണ് ഇപ്പോഴും നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന ഷെഡ്യൂൾ. അതാണ്. നേരത്തെ എത്തുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും അത്തരം സൂചനകളൊന്നുമില്ല. എന്തായാലും ഇവിടെ എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രി എത്തുന്ന എല്ലാ പോയിന്റുകളിലും എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാണ്. ശരി, കമലാണ് മേപ്പാടിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. മേപ്പാടി ക്യാമ്പിൽ പ്രധാനമന്ത്രി എത്തും. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് കമൽ നൽകിയത്.